ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ട്രംപിന്റെ നേതൃത്വത്തിൽ അവിടെ അമേരിക്കയിലുള്ള ഇല്ലീഗൽ ഇന്ത്യൻ എമിഗ്രൻസിനെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഏതാണ്ട് 200-200ഓളം പേരെ. അവിടെ 200 പേരെയാണ് ആ സർക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരള സംസ്ഥാനത്ത് 10 ലക്ഷത്തോളം ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ മത്സ്യബന്ധനവുമായി ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട് പുറത്തു പോകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കൊല്ലം മേഖലയിലാണെങ്കിൽ അവർ അടുത്തത് പറയാൻ പോകുന്നത് അവിടെ ലക്ഷ്യമിടുന്നത് ആലപ്പുഴയും ചാവക്കാടും അതുപോലെ തന്നെ പൊന്നാനിയിലുമാണ്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ പ്രോസ്പെക്റ്റായി ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കേരള സംസ്ഥാനത്തെ തീരദേശം മുഴുവൻ ഇവിടെ കൊല്ലത്ത് 242 സ്ക്വയർ കിലോമീറ്റർ ആണ് അവരുടെ പ്രോസ്പെക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അവര് ഈ മണൽ ഖനനം ചെയ്യാൻ പോകുന്നത്. ആ മണൽ ഖനനത്തിന്റെ പ്രോസ്പെക്റ്റിൽ ടെൻഡർ പ്രോസ്പെക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ഷൻ സാൻഡാന്നാണ്, നിർമ്മാണത്തിനുള്ള മണലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം കൊല്ലം മേഖലയിലെ ധാതു മണലാണ്. അവിടെയും വലിയൊരു ലൂട്ടിംഗ് ആണ് നടക്കുന്നത്. ഒരു കൺസൾട്ടേഷനും ഒരു ചർച്ചയും സംസ്ഥാന സർക്കാരായി നടത്തിയിട്ടില്ല. ഒരു കോമ്പൻസേഷനും സംസ്ഥാന സർക്കാരായി നടത്തിയിട്ടില്ല. ഒരു കോമ്പൻസേഷനും അതുപോലെ തന്നെ ഇന്ന് നഷ്ടപരിഹാരം ഒരു മത്സ്യത്തൊഴിലാളിക്കും കൊടുക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ നാടിന്റെ പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥയും അതോടൊപ്പം തന്നെ മത്സ്യ ആവാസ മേഖലയും തകർക്കാൻ പോകുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇതിനെ വലിയ ശക്തമായി ഇന്ന് കേരള സംസ്ഥാനമാണെങ്കിൽ നാളെ തമിഴ്നാടും മറ്റു മേഖലയിലേക്ക് ഇത് കിടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യമേ ഇതിനെ ശക്തമായി എതിർത്തത് കേരള സംസ്ഥാനമാണ്. ഐക്യദാർഢ്യത്തോടുകൂടി എല്ലാ സംഘടനയും ഒരുമിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് പാർലമെന്റ് അവതരിപ്പിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ശക്തികുളങ്ങരയിൽ അവിടെയുള്ള വൈദികരും അതുപോലെ തന്നെ മറ്റ് സമുദായ നേതാക്കന്മാരുമായി അവിടെ ബന്ധപ്പെട്ട് യോഗം നടത്തുകയും വളരെ ഗൗരവമാണ് ഈ വിഷയമെന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ഈ വിഷയം നമ്മൾ ഒരുമിച്ച് ഏറ്റെടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഇതേതെങ്കിലും തീരദേശത്തെ വിഷയമല്ല, ഇത് കേരള സമൂഹത്തിന്റെ വിഷയമാണ്. ഞങ്ങളൊക്കെ ഓർക്കുന്നു 2018 അവിടെ പ്രളയമുണ്ടായപ്പോൾ ആ പ്രദേശങ്ങളിൽ റാന്നി ആയാലും കോട്ടയമായാലും മറ്റ് എറണാകുളമായാലും ചാലക്കുടി ആയാലും ഈ പ്രദേശത്തുള്ള ജനങ്ങളെ സംരക്ഷിക്കാൻ ഓടി വന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അവിടെ കേരളത്തിന്റെ സൈനികർ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ അതുകൊണ്ട് ഇത് ഏതെങ്കിലും തീരദേശത്തിന്റെ പ്രശ്നമല്ല, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമല്ല, ഇത് കേരള സമൂഹത്തിന്റെ പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പോരാടും. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ജനപ്രതിനിധികളും നിങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.